Hello everyone, welcome back. ആയുഷിൻ്റെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആയുഷ് എന്ന് പറയുന്നത് ആയുഷ് അഡ്മിഷൻസ് സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. AACCC എന്ന് പറയുന്നതാണ് വെബ്സൈറ്റ് അഡ്രസ്സ്. സോ ആയുഷ് അഡ്മിഷൻസ് കൗൺസിലിംഗ് കമ്മിറ്റി, സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റി. സോ ആയുഷിൻ്റെ അണ്ടറിൽ വരുന്നത് 5 കോഴ്സുകളാണ്. നമുക്കറിയാം ആയുർവേദ, യുനാനി, ഹോമിയോ, സിദ്ധ. ഈ വർഷം പുതിയതായിട്ട് ആയുർവേദയുടെ ഒരു ഫാർമസി കോഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ അലോട്ട്മെൻറ്റ് റൗണ്ടുകൾ, അതിൻ്റെ ഷെഡ്യൂൾ, കാര്യങ്ങളൊക്കെ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഏറെക്കുറെ MCCയിൽ എങ്ങനെയാണോ MBBS BDSൻ്റെ എങ്ങനെയാണോ ചെയ്തിരുന്നത് ഏതാണ്ട് അതേ മെത്തേഡ്സ് ഒക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സിമിലർ റൂൾസ് ഒക്കെ തന്നെയാണ്. പക്ഷേ സ്ട്രേ വേക്കൻസി റൗണ്ട് 2 ഉണ്ട്. MCCയിൽ 3 റൗണ്ട് കഴിഞ്ഞ് ഒരു സ്ട്രേ വേക്കൻസി റൗണ്ട് ആണെങ്കിൽ ഇവിടെ 2 സ്ട്രേ വേക്കൻസി റൗണ്ടും ഉണ്ട്. അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് അഡീഷണൽ ആയിട്ടൊരു സ്ട്രേ വേക്കൻസി റൗണ്ടും ഉണ്ട്. പിന്നെ ചില റൂൾസിലൊക്കെ സ്ലൈറ്റ് ഡിഫറൻസസ് ഉണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 28 മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷെഡ്യൂളും ഡീറ്റെയിൽസും നമുക്ക് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കോഴ്സസ് നമുക്ക് ബോർഡിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി ആൻഡ് B.Pharm എന്ന് പറയുന്നത് ആയുർവേദയുടെ ഒരു ഫാർമസി കോഴ്സാണ്. അതിലേക്കാണ് അഡ്മിഷൻ നടത്തുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള അഡ്മിഷനാണ് നടക്കുന്നത്. സ്റ്റേറ്റ് കോട്ടയിലേക്ക് സെപ്പറേറ്റ് അലോട്ട്മെൻറ്റുകൾ വരും. കോഴ്സസിൻ്റെ പേരുകൾ BAMS, BSMS എന്ന് വെച്ചാൽ സിദ്ധ, BUMS, അതുപോലെ BHMS. ഇങ്ങനെയുള്ള കോഴ്സുകളാണ് ഗവൺമെൻറ്, അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കുമുള്ള അഡ്മിഷൻസ് ആണ് ഈ പറയുന്ന AACCC എന്ന് പറയുന്ന ആയുഷ് അഡ്മിഷൻ സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റി നടത്തുന്നത്. കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു B.Pharm കോഴ്സ്, ആയുർവേദയുടെ B.Pharm കോഴ്സും പറയുന്നുണ്ട്. സൈറ്റ് അഡ്രസ്സ് HTTPS ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് കാണാം. ഇനി രജിസ്ട്രേഷൻ ഫെസിലിറ്റി MCCയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഓരോ റൗണ്ടിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യാം. സ്ട്രേ വേക്കൻസി റൗണ്ട് ഫസ്റ്റിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതായത് ഓരോ റൗണ്ടിലും രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻസ് ഫില്ല് ചെയ്യണം. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3. അത് കഴിഞ്ഞതിന് ശേഷം സ്ട്രേ വേക്കൻസി റൗണ്ടിൻ്റെ ഫസ്റ്റ് റൗണ്ടിലും, അതും നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ടിലും സ്ട്രേ വേക്കൻസി റൗണ്ട് 1ലും നമുക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫീസ് ഫോർഫീറ്റ് ചെയ്യുന്നതും ഫ്രീ എക്സിറ്റും ഒക്കെ സിമിലർ ടു MCC ആണ്. മറ്റ് ചില കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റ് കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അവർ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും കൂടെ നോക്കണം. ഇനി ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കാം. വൺസ് എ കാൻഡിഡേറ്റ് ഈസ് അലോട്ടഡ് എ സീറ്റ് ഇൻ ദ തേർഡ് റൗണ്ട് ഓർ സ്ട്രേ വേക്കൻസി റൗണ്ട്, തേർഡ് റൗണ്ടിലോ സ്ട്രേ വേക്കൻസി റൗണ്ടിലോ കഴിഞ്ഞതിന് സ്ട്രേ വേക്കൻസിയുടെ ഫസ്റ്റ് ഓർ സെക്കൻഡ് റൗണ്ടിൽ he or she will not be allowed to exit from the admitted or allotted seat. ഇനി എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ will not be eligible for any ആയുഷ് UG കൗൺസിലിംഗ് സെൻട്രൽ, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. സെൻട്രലിൽ നിങ്ങൾ കിട്ടിയ സീറ്റ് ഫോർഫീറ്റ് ചെയ്ത്, അതായത് തേർഡ് റൗണ്ടിലോ സ്ട്രേ വേക്കൻസിയിലോ കിട്ടിയ സീറ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ജോയിൻ ചെയ്തില്ല, റിസൈൻ ചെയ്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രലിലുള്ള കൗൺസിലിംഗിൽ മാത്രമല്ല സ്റ്റേറ്റ് കൗൺസിലിംഗിലും പങ്കെടുക്കാൻ സാധ്യമല്ല. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കാൻഡിഡേറ്റിൻ്റെ ഇൻഎലിജിബിലിറ്റി ഡീറ്റെയിൽസ് ആക്ച്വലി അവർ സ്റ്റേറ്റിലേക്ക് ഷെയർ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും തേർഡ് റൗണ്ട് വരെ അല്ലെങ്കിൽ തേർഡ് റൗണ്ടിൽ സീറ്റ് കിട്ടി നമ്മൾ റിസൈൻ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാനേ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ഇനി ഇതിൻ്റെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. വൺസ് അഗെയിൻ MCCയിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ നമുക്ക് പറയാം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് രജിസ്ട്രേഷൻ, പേയ്മെൻറ്റ്, ചോയ്സ് ഫില്ലിംഗ് ഉണ്ട്. ചോയ്സ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഇനി ജോയിൻ ചെയ്ത് നമ്മൾ അപ്ഗ്രേഡിന് കൊടുക്കാം, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് സെക്കൻഡ് റൗണ്ടിലേക്ക്. ഇനി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനി അപ്ഗ്രേഡ് ചെയ്യുകയാണ് നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് വരും. സെക്കൻഡ് റൗണ്ടിലുള്ള ഡീറ്റെയിൽസ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ കോളേജ് ആ സീറ്റ് നഷ്ടപ്പെടും. സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യണം. ഇനി അപ്ഗ്രേഡ് ആയില്ലെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ, സെക്കൻഡ് റൗണ്ടിൽ സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ജോയിൻ, ഇഫ് നോട്ട് അലോട്ടഡ് നമുക്ക് തേർഡ് റൗണ്ടിലും അതേപോലെ തന്നെ സ്ട്രേ വേക്കൻസി റൗണ്ടിലും പങ്കെടുക്കാവുന്നതാണ്. ഇനി അപ്ഗ്രേഡ് ചെയ്തില്ല, ഫസ്റ്റ് റൗണ്ടിലത്തെ സീറ്റ് തന്നെയാണ്. ഇനി അപ്ഗ്രേഡ് ചെയ്തു, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങളത് റിസൈൻ ചെയ്യുന്നത്
തേർഡ് റൗണ്ടിന്റെ ഫൈനൽ ലിസ്റ്റ് വരുന്നതിന്റെ 3 ദിവസം മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീ മാത്രമേ നഷ്ടപ്പെടുള്ളൂ. ഒന്നും കൂടെ, സെക്കൻഡ് റൗണ്ടിന് ശേഷം നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട് ചെയ്തതുണ്ട് എങ്കിൽ, ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട് ചെയ്ത് അപ്ഗ്രേഡ് ആവാത്തതാണെങ്കിലും സെക്കൻഡ് റൗണ്ടിൽ അലോട്ട് ചെയ്തതാണെങ്കിലും തേർഡ് റൗണ്ടിന്റെ ഫൈനൽ ലിസ്റ്റ് വരുന്നതിന്റെ 3 ദിവസം മുന്നേ വരെ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം, ഫീ മാത്രമേ പോവുള്ളൂ. ആ 3 ദിവസം ഫൈനൽ റിസൾട്ട് വരുന്ന ദിവസത്തിന് മുന്നേ ആ ഒരു പീരീഡിലാണ് നിങ്ങൾ റിസൈൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ടുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഏതിന്റെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ റൗണ്ടുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്നാൽ തേർഡ് റൗണ്ടിന്റെ ഫൈനൽ ലിസ്റ്റും കൂടെ വന്നതിന് ശേഷം നിങ്ങൾ സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയ സീറ്റ് റിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് കൗൺസിലിംഗിലും പങ്കെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു റൂള് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നൗ തേർഡ് റൗണ്ടിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാനുള്ള, അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വില്ലിംഗ്നെസ് ടു അപ്ഗ്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. സിമിലർലി തേർഡ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. തേർഡ് റൗണ്ടിൽ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ എക്സിറ്റ് ഇല്ല. അവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവും, ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനി അവിടെയും നമുക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേ വേക്കൻസി റൗണ്ടിലേക്ക് പങ്കെടുക്കാം. തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തില്ല, അല്ലെങ്കിൽ സീറ്റ് കിട്ടി ജോയിൻ ചെയ്ത് നമ്മൾ റിസൈൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വിത്ഡ്രോൺ നോട്ട് അപ്ഗ്രേഡഡ് സീറ്റ് അതർവൈസ് ബിക്കംസ് ഇൻഎലിജിബിൾ ഫോർ എനി ആയുഷ്. അതായത് അതിനുശേഷം നമുക്ക് ആയുഷിന്റെ യാതൊരു കൗൺസിലിംഗ് ഇല്ല. അതായത് തേർഡ് റൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് റിസൈൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ സ്റ്റേ വേക്കൻസി റൗണ്ടുകളിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നൗ സ്റ്റേ വേക്കൻസി റൗണ്ടിന്റെ ഫസ്റ്റ് റൗണ്ട് വരെ മാത്രമാണ് നമുക്ക് എന്തുള്ളത്, രജിസ്ട്രേഷൻ ചെയ്യാൻ, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചോയ്സ് ഉള്ളത്. അതുപോലെ തന്നെ ഓരോ റൗണ്ടിലും രജിസ്ട്രേഷന്റെ കൂടെ ഓപ്ഷൻസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി സീറ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ഗ്രേഡ് എന്ന് നമുക്ക് തോന്നുന്ന ഓപ്ഷൻസ് മാത്രമേ അവിടെ കൊടുക്കാൻ പാടുള്ളൂ. ചറപറ ഓപ്ഷൻസ് സെക്കൻഡ് തേർഡ് റൗണ്ടുകളിൽ അപ്ഗ്രേഡിന് വേണ്ടി ശ്രമിക്കുന്നവർ കൊടുക്കരുത്. സോ നമുക്ക് അപ്ഗ്രേഡ് ആണെന്ന് തോന്നുന്ന, നമുക്ക് അടുത്താണ്, അല്ലെങ്കിൽ നല്ല കോളേജാണ്, ബെറ്റർ കോഴ്സ് ആണ്, അങ്ങനെയുള്ള അപ്ഗ്രേഡ് ആയിട്ട് തോന്നുന്നത് മാത്രമേ അപ്ഗ്രേഡിന് ശ്രമിക്കുന്നവർ കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സ്റ്റേ വേക്കൻസി റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേ വേക്കൻസിയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അതും കഴിഞ്ഞ ശേഷമാണ് സ്റ്റേ വേക്കൻസിയുടെ സെക്കൻഡ് റൗണ്ട്. അവിടെ ഓപ്ഷൻസ് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് സെക്കൻഡ് റൗണ്ട് സ്റ്റേ വേക്കൻസിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധ്യമല്ല. 3 റൗണ്ട് സ്റ്റേ വേക്കൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ 3ാമത്തെ റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ സ്റ്റേ വേക്കൻസി റൗണ്ട് എന്ന് പറയുന്നത് അതാത് കോളേജുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് തേർഡ് സ്റ്റേ വേക്കൻസി റൗണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഫീ സ്ട്രക്ചറിലേക്ക്, രജിസ്ട്രേഷൻ ഫീ അതുപോലെ തന്നെ നോൺ റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ MCCയിലുള്ളത് അത്രയും വലിയൊരു ഫീ ഇല്ല. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ കൊടുത്തിട്ടുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറി സ്റ്റുഡൻസിന് 1000 റുപ്പീസ് ആണ്. അതുപോലെ തന്നെ SC ST ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിന് 500 റുപ്പീസ് ആണ്. മറ്റുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യുന്നവർക്ക് 5000 റുപ്പീസ് ആണ്. റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കൊക്കെയാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് 20,000 റുപ്പീസ്. അതേസമയം ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇറ്റ്സ് 50,000 റുപ്പീസ് ആണ് നോൺ റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള എമൗണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഷെഡ്യൂളിലേക്ക് കടക്കാം. ഫസ്റ്റ് റൗണ്ടിന്റെ ഷെഡ്യൂൾ മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സെയിം സ്റ്റെപ്സ് തന്നെയാണ് അടുത്തടുത്തുള്ള റൗണ്ടുകളിലും ഫോളോ ചെയ്യുന്നത്. 28 ഓഗസ്റ്റിനാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 2 2 മണി വരെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. പേയ്മെന്റ് ഫെസിലിറ്റി വിൽ ബി അവൈലബിൾ ടിൽ 5 PM. 2 സെപ്റ്റംബറിന് 5 മണി വരെയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള സമയം. അതിനുശേഷം ചോയ്സ് നമുക്ക് ഫില്ല് ചെയ്യാം. ലോക്കിംഗ് പീരീഡ് ഒക്കെ പറയുന്നത് 29 ഓഗസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ 2 രാത്രി 11:55 വരെ നമുക്ക് അതിനുള്ള സമയമുണ്ട്. ചോയ്സ് ലോക്കിംഗ് ഓട്ടോ ലോക്ക് ആണ്. ഇറ്റ് ഡസൻ മാറ്റർ, അത് വലിയ പ്രശ്നമല്ല. 2 സെപ്റ്റംബറിന് 2 മണിക്ക് ശേഷം ആണ് നമുക്ക് ചോയ്സ് ലോക്ക് ചെയ്യാനുള്ള സമയം. 3 സെപ്റ്റംബറിന് 4 സെപ്റ്റംബറിന് ഇടയിലായിട്ട് പ്രോസസ്സിംഗ് നടക്കും. 5 സെപ്റ്റംബറിനാണ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട്. പ്രൊവിഷണൽ ആയിരിക്കാം അല്ലെങ്കിൽ ഫൈനൽ ആയിരിക്കാം. അതിനുശേഷം റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം 6 സെപ്റ്റംബർ മുതൽ 11 സെപ്റ്റംബർ വരെയാണ്. അതിനുശേഷം നമ്മൾ ജോയിൻ ചെയ്തോ ഇല്ലേ എന്നുള്ള മറ്റ് ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യാനുള്ള കോളേജുകൾക്കുള്ള ടൈമാണ് ഈ പറയുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സിനും എത്ര ദിവസം വീതം കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. MCCയിൽ എങ്ങനെയാണോ വന്നിരുന്നത് സിമിലർ ആയിട്ടുള്ള ഒരു മോഡ് തന്നെയാണ് അവർ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ കേരള അലോട്ട്മെന്റ് നടക്കുന്നുണ്ട്, കേരള എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ആയുഷിന്റെ കൗൺസിലിംഗ് കൂടെ വന്നിട്ടുള്ളത്. ഓക്കെ, ആർക്കെങ്കിലും ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ട അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും ഓപ്ഷൻസ് ഫില്ല് ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല എങ്കിൽ അതിന്റെ കൃത്യമായ ഓരോ സ്റ്റെപ്പുകളുടെയും സ്ക്രീൻഷോട്ടുകൾ അടക്കം നമ്മൾ ചെയ്യേണ്ട
ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ആയുഷിൻ്റെ വെബ്സൈറ്റിൽ അവർ ഒരു PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള അവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു, OTP വരും, അത് എൻ്റർ ചെയ്യുക. പിന്നെ നമ്മളടുത്ത് കാര്യങ്ങൾ ഡിക്ലറേഷൻ എഗ്രി ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ബാക്കിയുള്ള ഓരോരോ സ്റ്റെപ്പുകളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ വക കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ www.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ UG മെഡിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ടാബിൽ നമ്മുടെ പ്രോസസ്സുകൾ, അതിൻ്റെ ഓരോ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ട്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളുണ്ട്. അങ്ങനത്തെ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അക്ഷയ സെന്ററിൽ പോവുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇരുന്ന് രജിസ്ട്രേഷൻ ചെയ്യുക. പേയ്മെന്റ് നടത്തുമ്പോൾ MCCയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാർഡിൽ നിന്ന് അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റുകൾ ചെയ്യുക. നമ്മൾ കൊടുത്ത അതേ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഡീറ്റെയിൽസുകളൊക്കെ കൊടുക്കുക. സോ ആരെങ്കിലും ആയുഷിന്റെ കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.